ലാലൂർ കാർത്തികേയനി ക്ഷേത്രമാണ്. പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാലയങ്ങളിലൊന്നാണ് ലാലൂർ ക്ഷേത്രം. വടക്കുന്നാഥന്റെ കന്നിമൂലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വടക്കുന്നാഥന്റെ 4 ഭാഗത്തും ദേവീക്ഷേത്രങ്ങളാണ്. അതിലൊന്നാണ് ലാലൂർ ക്ഷേത്രം. ലാലൂർ ക്ഷേത്രം ഇവിടെ വന്നതിന് പിന്നിൽ വലിയൊരു ഐതിഹ്യമുണ്ട്. പണ്ട് തൃശ്ശൂരിലെ ഏറ്റവും വലിയ സമ്പന്നരായിരുന്നു കിഴക്കിനിയടത്ത് മനക്കാർ. അതായത് അന്നത്തെ രാജാവിനെ പോലും തോൽപ്പിക്കുന്ന ധനവും കൃഷിയും ഉണ്ടായിരുന്നു അവർക്ക്. ഇതറിഞ്ഞ രാജാവ് കിഴക്കിനിയടത്തില്ലത്തെ പ്രധാനപ്പെട്ടവരെയൊക്കെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. കൊട്ടാരത്തിൻ്റെ അതിർത്തി മുതൽ പട്ടുപരവതാനി വിരിച്ചു എന്നാണ് പറയുന്നത്. ക്ഷണം സ്വീകരിച്ച് കൊട്ടാരത്തിലെത്തിയ കിഴക്കിനിയടത്തില്ലക്കാര് തിരിച്ചു വരുമ്പോൾ രാജാവിനെയും പരിവാരങ്ങളെയും ഇവിടത്തേക്കും ക്ഷണിച്ചു. പക്ഷേ കിഴക്കിനിയടത്തെത്തിയ രാജാവ് അത്ഭുതപ്പെട്ടുപോയി. സ്വർണ്ണത്തലികയിലായിരുന്നു അവിടെ ഭക്ഷണം വിളമ്പിയത്. തിരിച്ചു പോകുമ്പോൾ രാജാവ് ഉറച്ചൊരു തീരുമാനമെടുത്തു. എന്തായാലും കിഴക്കിനിയടത്ത് ഇല്ലത്തെ ആക്രമിച്ച് തൻ്റെ വരുതിയിൽ വരുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അദ്ദേഹം അതിന് ഉത്തരവിടുകയും ചെയ്തു. ഇതറിഞ്ഞ കിഴക്കിനിയടത്തെ വലിയ തിരുമേനി തൻ്റെ ബന്ധുജനങ്ങളോടൊക്കെ രക്ഷപ്പെടാൻ നിർദ്ദേശം നൽകി. അവരൊക്കെ കാലടിയിലേക്ക് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. തുടർന്ന് വലിയ തിരുമേനി തൻ്റെ സമ്പത്തെല്ലാം കിണറിൽ നിക്ഷേപിക്കുകയും ഇല്ലത്തിന് തീ കൊടുത്ത് ഒരു ഉരുളിയുടെ അടിയിൽ കിടന്ന് മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രാജാവും പരിവാരങ്ങളും എത്തിയപ്പോൾ ഇല്ലം നിന്ന് കത്തുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ രാജാവ് അവിടെ ഒരു കുളം തോണ്ടാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ഇവിടെ നിന്നും പലായനം ചെയ്തു പോയ കിഴക്കിനിയടത്ത് ഇല്ലക്കാരുടെ ക്ഷേത്രമായിരുന്നു ലാലൂർ ക്ഷേത്രം. പിന്നീട് അത് ലാലൂർ ദേവസ്വമായി. പിന്നീടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അത് ഏറ്റെടുക്കുന്നത്. ലാലൂർ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലേ. പണ്ട് ഈ സ്ഥലം അറിയപ്പെട്ടത് യാഗൂർ എന്നാണത്രേ. അതായത് ഒരുപാട് യാഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ യാഗങ്ങളുടെ ഊരെന്ന യാഗൂര് ലോപിച്ചാണത്രേ ലാലൂർ ഉണ്ടായത്. ശാന്തസ്വരൂപിണിയായ ബാലഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത്. മറ്റ് ഉപപ്രതിഷ്ഠകളൊന്നുമില്ല. പുറത്ത് ദമ്പതി രക്ഷസും നാഗപ്രതിഷ്ഠയുമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് ഒരുപാട് ചടങ്ങുകളുണ്ട് ലാലൂർ ക്ഷേത്രത്തിൽ. ആദ്യം കൊടിയേറുന്ന ക്ഷേത്രം കൂടിയാണ് ലാലൂർ. പൂരത്തിന് ദിവസം രാവിലെ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളുകയും നടുവിലാലിൽ നിന്ന് പിന്നീട് പാണ്ടിമേളത്തോടെ വടക്കുന്നാഥനിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് വടക്കുന്നാഥനെ മുഴുവൻ പ്രദക്ഷിണം വെച്ച് തെക്കേ ഗോപുര വഴി പുറത്തേക്ക് കടന്ന് ലാലൂരിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. വൈകിട്ട് വീണ്ടും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ നടുവിലാലിലെത്തുകയും ശ്രീമൂലസ്ഥാനത്തെത്തി പിന്നീട് നിലപാട് തറ പ്രദക്ഷിണം ചെയ്ത് വീണ്ടും ലാലൂരിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. ശ്രീകോവിലേക്ക് കടക്കുമ്പോൾ മുഖമണ്ഡപം, പിന്നെ ശ്രീകോവിൽ. ശ്രീലകത്തിൻ്റെ മുഖപ്പാവ് പണിതിരിക്കുന്നത് മരത്തിൽ തീർത്ത കൊത്തുപണികളോടെയാണ്. ദേവിയെ ദർശിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മളുടെ കണ്ണ് പതിയുന്നത് ഇവിടുത്തെ ചുമർ ചിത്രങ്ങളിലാണ്. സുർക്കിയിൽ തീർത്തതാണ് ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു ചുമർ ചിത്രങ്ങളെക്കുറിച്ച്. ഇവിടെ ഒരു ശില്പ വിസ്മയം തന്നെയാണ്. ഏറ്റവും മുകളിലത്തെ തട്ടിലിരിക്കുന്നത് പക്ഷികളും വ്യാളികളുമാണ്. തൊട്ടടുത്ത 2ാമത്തെ തട്ടായിട്ട് മൃഗങ്ങളാണ്. 3ാമത്തെ തട്ടിലാണ് കൃശഗാത്രരായ മനുഷ്യരിയ്ക്കുന്നത്. ഏതൊരു ക്ഷേത്രത്തിൻ്റെയും പ്രൗഢി വിളിച്ചോതുന്നതാണ് അവിടുത്തെ ബലിക്കല്ലുകൾ. ലാലൂർ ക്ഷേത്രത്തിൻ്റെ ബലിക്കലിനുമുണ്ട് ഒരുപാട് പ്രത്യേകത. 8 അടിയോളം ഉയരവും 6 അടി സമചതുരാകൃതിയിലുള്ളതും കൊത്തുപണിയോട് കൂടിയതുമാണ് ഇവിടുത്തെ ബലിക്കല്ല്. ലാലൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളമാണിത്. പൂരം കൊടിയേറിക്കഴിഞ്ഞാൽ ദേവി ആറാടുന്നത് ഇവിടെയാണ്.
ലാലൂർ അമ്പലത്തിലുള്ള ഈ മരത്തിനുണ്ട് ഒരുപാട് പ്രത്യേകത. ഇത് പൂവം എന്ന് പറയുന്ന ഒരു തരം മരമാണ്. അതായത് ഉലക്ക പോലുള്ള വലിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത്രയും ഉറപ്പുണ്ട് ഈ മരത്തിന്. നമ്മുടെ കൂടെയുള്ളത് ലാലൂർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡൻ്റായ രവീന്ദ്രൻ ചെറുശ്ശേരിയാണ്. എങ്ങനെയായി പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ? പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. കൊടിയേറ്റം കഴിഞ്ഞാൽ പൂരം ഒരുങ്ങി. പൂരത്തിനുള്ള ഒരുക്കങ്ങളാണ്. ദിവസം ചടങ്ങാണ്. ആ ചടങ്ങ് കൊടി ഇറങ്ങുന്നത് വരെ ചടങ്ങാണ്. കൊടിയേറ്റം തുടങ്ങി കഴിഞ്ഞാൽ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ തന്നെ എന്നും. അതായത് ചടങ്ങുകൾ അതേമാതിരി ഒരുപാട് ചടങ്ങുകളുണ്ട്. കൊടി ഇറങ്ങിയാൽ ആ ചടങ്ങ് തീരുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കൊടിയേറ്റം തൊട്ട് കൊടി ഇറക്കം വരെ പൂരം തന്നെയാണ്. പൂരം നാളിൽ ആനപ്പുറത്ത് ദേവി വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളും. അതാണ് മെയിൻ വിഷയം. 9 ആനയായിട്ട് വടക്കുന്നാഥനെ വണങ്ങും പോയിട്ട്. അതാണ് പൂരത്തിൻ്റെ പ്രത്യേകത. മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ വെടിക്കെട്ടൊന്നും ഇല്ല ഇവിടെ എന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ശാന്തസ്വരൂപിണിയായ ദേവിയാണ്. ദേവി ശാന്തസ്വരൂപിണിയും ബാലിക അവതാരം കൂടിയാണ്. അപ്പോൾ വെടിക്കെട്ടിന് പ്രാധാന്യം ഇല്ല. ഓർമ്മയിൽ അങ്ങനെ ഒരു വെടിക്കെട്ട് ഉണ്ടായില്ല. വെടിക്കെട്ടില്ല. കഥനയൊക്കെ എപ്പോഴൊരിക്കൽ ഉണ്ടാവാന്നല്ലാണ്ട് കഥന പൂരത്തിന് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ കമ്മിറ്റിയൊക്കെ ആയിട്ട് അത് നിർത്തി. കഴിഞ്ഞ ഒരു അഷ്ടമംഗലം വെച്ചപ്പോൾ അതിനകത്ത് ഈ വെടിക്കെട്ടിന് പ്രാധാന്യം ഇല്ല എന്നുള്ളൊരു രൂപം. പിന്നെ വെടിക്കെട്ടിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ആനയുണ്ടെങ്കിൽ പടക്കം മത്താപ്പ് വരെ പാടില്ല എന്നാണ് പറയണേ. കരിമരുന്നിൻ്റെ ഒന്നും പാടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു നിയമമാണല്ലോ. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പൂരം നടത്താനായിട്ട്. ഒരുപാട് നിയമങ്ങളുടെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതൊക്കെ നിയമം നമുക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം നിയമത്തിനെ പാലിച്ചുകൊണ്ടാണ് പൂരം നടക്കുന്നത്. ഈ പൂരത്തിന് വെടിക്കെട്ട് കേമ കാണാനും പറ്റും. പൂരം കേമ അതൊക്കെ കേമാണ്. പക്ഷെ അതിനൊക്കെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം. ആനയുടെ ഒരു മീറ്റർ നിർത്തി ആളുകൾ അകലം പാലിച്ചുകൊണ്ട്. റിസ്ക്കാണ്, നല്ല റിസ്ക്കും ഒരുപാട് അധ്വാനം ഉണ്ട് അതിനകത്ത്. നല്ല അധ്വാനം. ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ് ലാലൂർ ക്ഷേത്രം. ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? പുനരുദ്ധാരണ പ്രവർത്തനം 2012 കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഈ 14 കാലയളവിൻ്റെ ടൈമാണ്. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിൻ ദേവസ്വത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളിൽ കൃഷ്ണശില പാകണം, മറ്റ് പൂർത്തീകരിക്കാത്ത ഒരുപാട് വർക്കുകളുണ്ട്. അതൊക്കെ ചെയ്യണം. നമ്മൾക്ക് ഏവർക്കും പരിചയമുള്ള വെട്ടുകിളി പ്രകാശാണ് കൂടെയുള്ളത്. പ്രകാശേട്ടൻ ഒരു ലാലൂർ നിവാസിയാണ്. ലാലൂർ ക്ഷേത്രത്തിനെക്കുറിച്ച് പ്രകാശേട്ടൻ എന്താ പറയാനുള്ളതെന്ന് നോക്കാം. നമ്മുടെ ഏറ്റവും സ്വന്തമായിട്ടുള്ള ഒരു വിഷയത്തിനെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ബുദ്ധിമുട്ടാവും. അത് നമ്മളുടെ ജീവിതത്തിൻ്റെയും ശ്വാസത്തിൻ്റെയും ഒരു ഭാഗമായിട്ട് നമ്മളോടൊപ്പം വർത്തിച്ചു വരുന്നതാണ്. എങ്കിലും വിശേഷങ്ങൾ ആയിട്ട് വരുന്ന ഈ പൂരം, കാർത്തിക മഹോത്സവം, പ്രതിഷ്ഠാദിനം, ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എൻ്റെ ചെറുപ്പത്തിലൊന്നും ഈ ക്ഷേത്രം ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലായിരുന്നില്ല. ഒരു കോമ്പൗണ്ട് മതിൽ പോലും ഉണ്ടായിരുന്നില്ല ഇതിന്. പ്രകാശേട്ടൻ കുട്ടിക്കാലം തൊട്ട് അമ്പലത്തിൽ വരാറുണ്ട്. അതെ 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 അമ്പലത്തിൽ വരാറുണ്ടെന്ന് പറഞ്ഞാൽ ആ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെയാണ്. എങ്കിലും ഈ അമ്പലം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നേരം രാവിലെ തുറന്നിരിക്കുന്നത്. ഈ അമ്പലത്തിലേക്ക് വരുന്നൊരു ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതുവറ അടാട്ട് ഭാഗത്തുനിന്ന് ഒരു സൈക്കിളിൽ കുളിച്ച് ഈറനെടുത്തിട്ട് സൈക്കിളിൽ ആരും തൊടാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് നേദ്യം കൊണ്ട് വരും. ഒന്ന് തെഞ്ചുത്തുകാവ് അമ്പലത്തിൽ ഒരു വിളക്കും തിരിയും വെച്ച് കുറച്ച് നേദ്യം. അത് കഴിഞ്ഞാൽ ലാലൂർ കാർത്തിക ദേവി ക്ഷേത്രത്തിൽ, അത് കഴിഞ്ഞാൽ കാര്യാട്ടുകര അഷ്ടമംഗലം. ഈ മൂന്നിനും കൂടിയിട്ട് ഒരു തിരുമേനയാണ് ഉണ്ടായിരുന്നത്. അന്ന് കാലത്ത് ഇതിൽ നിന്ന് വരുമാനമില്ല, അവർക്ക് ശമ്പളമില്ല. ഇപ്പോൾ കാണുന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിലായാലും അതിന് വേണ്ടതായിട്ടുള്ള ഫണ്ടുകളും സംഭവങ്ങളൊന്നുമില്ല. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് ശില്പകലകൾ, ചിത്രകലകൾ, തച്ചുശാസ്ത്ര വിധിപ്രകാരമുള്ള കലാരൂപങ്ങൾ, അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള കലാവിധികൾ, ഇനി നൃത്തം, വാദ്യം, ഗീതം, ചമയം, ലൈറ്റിങ്, ഇതൊക്കെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം. അപ്പോൾ പ്രകൃതിയുടെ സമഗ്ര ഭാവങ്ങളും ഒത്തുചേർന്നിട്ട് മനുഷ്യൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് പണ്ടുള്ള പൂർവികര ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാരാൽ ഒരു ജനങ്ങളുടെ
അല്ലെങ്കിൽ ഒരു സംസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ ജനതയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, ജനതയുടെ മാത്രമല്ല അതിനോട് ചുറ്റുപാടുമുള്ള സസ്യജാലങ്ങൾ, പക്ഷിജാലങ്ങൾ, മൃഗജാലങ്ങൾ, ഇവർക്കൊക്കെ ഇതിൻ്റെ പ്രകമ്പനം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പൂരത്തിനോടനുബന്ധിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഇവിടുന്ന് പൂരം പോയിരുന്നത് ഒരു ഒറ്റ ചണ്ടയിൽ പാണി കൊട്ടുന്ന പോലെ ഒരു കൊട്ടും ഒരു കുത്തുവിളക്കും ദേവിനെ അന്ന് ദിവസത്തിൽ നിന്ന് അയക്കുന്ന ആനയുടെ പുറത്ത്, ആനപ്പുറത്ത് ഒറ്റയ്ക്ക്. ഇപ്പൊ 9 ആനപ്പുറത്തായി അല്ലേ? ഇപ്പൊ 9 ആനപ്പുറത്തല്ല. ഇവിടുന്ന് പുറപ്പെടുമ്പോൾ 3, കോട്ടപ്പുറത്ത് ചെല്ലുമ്പോൾ അവർ വന്ന് സ്വീകരിക്കുമ്പോൾ അത് പിന്നെ 4 മറ്റോ 5 കൂടും. ബാക്കിയുള്ള ഇത് പിന്നെ നടുവിലാലിൻ്റെ അവിടുന്ന് മൊത്തം 9 അവിടെ വെച്ചിട്ടാണ് നടുവിലാലിൻ്റെ അവിടെ കയറുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് തന്നെ വിസ്തരിച്ചുള്ള മേജർ സെറ്റ് പഞ്ചവാദ്യത്തോട് കൂടിയിട്ടാണ്. ആഘോഷങ്ങളുടെയും മേളപ്പെരുമയുടെയും ആഹ്ലാദ തിമിർപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇതിന് ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അറിഞ്ഞൊരു അനുഷ്ഠാനപരമായിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ നഗരം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തേക്കുംകാട് മൈതാനം വെട്ടിവെടുപ്പാക്കുന്ന സമയത്ത് അവിടുത്തെ വെളിച്ചപ്പാട് വന്നിട്ട് തുള്ളി വന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ഇത് ശിവൻ്റെ ജടയാണെന്നും ഇത് വെട്ടി നശിപ്പിക്കരുതെന്നും പറഞ്ഞിട്ട് ശിവൻ അതിൽ കോപമുണ്ടെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം മഹാരാജാവ് അന്ന് ശിവൻ്റെ ജട വെട്ടുന്നതിൽ നിനക്ക് എതിർപ്പുണ്ടെങ്കിൽ കോമരത്തിൻ്റെ തല ഞാൻ വെട്ടിക്കളയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തല ഛേദിച്ച് കളഞ്ഞ ഒരു ചരിത്രമുണ്ട് നമുക്ക്. തൃശ്ശൂർ പൂരം പണ്ട് ഉണ്ടായിരുന്നില്ല. ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്നുള്ള പൂരങ്ങളൊക്കെ പോയിരുന്നത്. ഇതിന് ശേഷം വന്നിട്ടുള്ള ചില ദോഷങ്ങളും നിമിത്തങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവവേദ്യമായപ്പോൾ മഹാരാജാവിൻ്റെ ജ്യോത്സ്യവിധി പ്രകാരമോ പ്രശ്നവിധി പ്രകാരമോ ഒക്കെ ആണ് ഈ തെക്കേ ഗോപുര വാതിലിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുള്ളത്, വാതിലൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം എന്നുള്ള ചടങ്ങ് ആ ഒരു ശാപത്തിനെ ശമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഡിസൈൻ ചെയ്തതാണെന്നാണ് ഇപ്പോൾ. കാരണം ഇപ്പോഴും തെച്ചിക്കോട്ടുകാവ് നിന്ന് രാമേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആനകളൊക്കെ വന്നിട്ട് നെയ്തലക്കാവ് അമ്മയുടെ കോലം വെച്ച് വന്നിട്ട് തെക്കേ ഗോപുരനട തുറക്കുന്നതോടുകൂടിയാണ് പൂരം തുടങ്ങുന്നത്. എന്നാൽ പിന്നെ കിഴക്കേ ഗോപുരനടി, പ്രസിദ്ധമായിട്ടുള്ള പടിഞ്ഞാറ് ഗോപുരനടിയൊക്കെ അവിടെ ഉണ്ട് വടക്കുന്നാഥന്. അപ്പോൾ എന്തുകൊണ്ട് വടക്കുന്നാഥന് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഒട്ടില്ലതനും, എന്നാൽ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനട തുറന്നിട്ട് പൂരം വിളംബരം ചെയ്യണം. തന്നെയല്ല അവിടെ ആ സമയത്ത് കുരുതി പോലുള്ളൊരു ചടങ്ങ് പറമക്കവിന്നോ മറ്റു വന്നിട്ട് നടത്തുന്നതെന്ന അറിവായിട്ടുള്ള. അപ്പോൾ ആ ഒരു ശാപ വിമുക്തിക്കും ആ ആത്മാവിൻ്റെ ഒരു ശമനത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതോടുകൂടി നമ്മൾ ആറാട്ടുപുഴ വിഭാഗത്തിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകുന്നു. അതിപ്പോൾ ഈ മഴക്കാലത്ത് എത്തിപ്പെടാൻ പറ്റാതെ അവർ നീക്കം ചെയ്തു എന്നുള്ളൊരു കഥ നിലവിലുണ്ട്. എങ്കിലും കുറച്ചും കൂടി വിശ്വസനീയമായിട്ട് വസ്തുതകൾ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ബലിവുകളായിട്ട് തോന്നുന്നതും അനുഭവവേദ്യമാവുന്നതും ഇതാണ്. ലാലൂർ അമ്പലത്തിലെ മറ്റ് വിശേഷ ദിവസങ്ങൾ തൃക്കാർത്തിക, പ്രതിഷ്ഠാദിനം, പിന്നെ ശിവരാത്രിക്ക് വടക്കുന്നാഥനിലേക്കുള്ള കൂട്ടെഴുന്നള്ളിപ്പുമാണ്. ലാലൂർ നിവാസികൾ ഒരുങ്ങുകയാണ് തൃശ്ശൂർ പൂരത്തിനായി. ഇനി പൂരവർത്തമാനത്തിൽ നാളെ വേറെ ഒരു ഘടകപൂരവുമായി കാണാം.